കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. നമ്മുടെ അശ്രദ്ധ കൊണ്ടും വിശേഷിച്ച് നമ്മളുടെ ജീവിത നൈരാശ്യം കൊണ്ടും ഡിപ്രഷൻ, സ്ട്രെസ് ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ആത്മഹത്യ പ്രവണതകള്, ജീവിത നൈരാശ്യങ്ങള്, പലർക്കും വിഷാദവും ഏകാന്തതയൊക്കെ വർദ്ധിച്ചു വരുമ്പോഴാണ് പലരും ആത്മഹത്യയിലേക്കും, അത് കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ജീവിത നൈരാശ്യം കൊണ്ട് താൻ ആഗ്രഹിച്ച പുരുഷനെ കിട്ടിയില്ല, ആഗ്രഹിച്ച സ്ത്രീയെ കിട്ടിയില്ല, അതുകൊണ്ട് ഡിപ്രഷൻ വന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരുണ്ട്. വിശേഷിച്ച് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല വ്യക്തിത്വങ്ങളും, ശ്രദ്ധിക്കപ്പെടാതെ ഒഴിഞ്ഞു മാറി നടക്കുന്ന പല ആളുകളിലും നൈരാശ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്, ജീവിത നൈരാശ്യം കൊണ്ട് സംഭവിക്കുന്നതാണ് ആത്മഹത്യ. നമ്മൾ പലരും ആത്മഹത്യയിലേക്ക്, പ്രവണതയിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ വലിയ ഡിപ്രഷന്, അല്ലാതെ മെൻ്റൽ സ്ട്രെസ്സിന്, അല്ലെങ്കിൽ ഏകാന്തതയ്ക്ക് അടിമപ്പെട്ടവരായിരിക്കാം, വിഷാദ രോഗത്തിന് അടിമപ്പെട്ടവരായിരിക്കാം. ഈ കുട്ടികളാണെങ്കിൽ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കിടക്കുന്ന ആ ദശാസന്ധി, നമ്മുടെ ജാതകത്തിൽ ദശാസന്ധി പറയുന്നുണ്ട്, ഒരു ദശയിൽ നിന്ന് അടുത്ത ദശയിലേക്ക് കിടക്കുന്നു. അതുപോലെ തന്നെയാണ് ബാല്യത്തിൽ നിന്ന് 10, 11, 12 വയസ്സാകുമ്പോൾ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കിടക്കുന്ന ആ ദശാസന്ധി. ആ ദശാസന്ധിയിൽ രൂക്ഷമായ വിഷാദവും ഏകാന്തതയൊക്കെ കുട്ടികൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മനസ്സ് തുറന്ന് സംസാരിക്കാനോ മനസ്സ് തുറന്ന് പറയാനോ വീട്ടിൽ അച്ഛനമ്മമാരില്ല, കൂട്ടുകാരില്ല, പുറത്ത് ആരുമില്ല എന്ന് വരുന്ന സമയത്ത് പലരും അവർ കാണിക്കുന്ന ആത്മഹത്യാ പ്രവണത അത് ഏകാന്തമായിട്ട് വിഷാദ രോഗത്തിന് അടിമപ്പെടുന്ന കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ പ്രായത്തിലുള്ള ഏതാണ്ട് 10-12% കുട്ടികളും വിഷാദത്തിന് അടിമപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് വരുന്ന ദശാസന്ധിയിൽ സംഭവിക്കുന്ന 10-12% കുട്ടികൾക്കും ആ സമയത്ത് വിഷാദ രോഗം ഉണ്ടാകുന്നു. ഈ വിഷാദ രോഗം മൂർച്ഛിച്ചാണ് അവസാനം അത് ആത്മഹത്യാ പ്രവണതയിലേക്ക് മാറുന്നത്. 16-18 വയസ്സ് പ്രായത്തിനിടയിലാണ് ഇത് കൂടുതലും പ്രകടമാകുന്നത്. ഈ 10-12 വയസ്സിനിടയിലേക്ക് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ 16-18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഈ വിഷാദ രോഗം മൂർച്ഛിച്ച് അത്യുന്നത ഇതിലെത്തിയിട്ടുണ്ടാവും. അതിൻ്റെ അവസാനം സംഭവിക്കുന്നത് ഈ തരത്തിലുള്ള ദുരന്തങ്ങളായിരിക്കാം. അതുകൊണ്ട് പെൺകുട്ടികളിലാണ് വിഷാദം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതും. പെൺകുട്ടികൾക്ക് വിഷാദവും ഏകാന്തതയും ഒക്കെ ഒരുപാട് അനുഭവപ്പെടുന്നത് പെൺകുട്ടികളിലാണ്. ഈ വിഷാദവും ഏകാന്തതയൊക്കെ അനുഭവിക്കുന്ന കുട്ടികളിൽ പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യാം, ജീവിതം മതിയാക്കി, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന്. അത് എല്ലാത്തിൽ നിന്നും മൗനിയായിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു തരം പ്രകൃതം, ഒരു പിൻവലിയൽ പ്രകൃതം, നൈരാശ്യം മൂത്ത് പിൻവലിയുന്ന ഒരു പ്രകൃതം, എല്ലാത്തിൽ നിന്നും പുറകോട്ടേക്ക് പോവുക, ഒന്നിലേക്കും ഏർപ്പെടാതിരിക്കുക, ഒന്നിൽ ഇൻവോൾവ് ആവാതിരിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ട് അവരെ ഇതിൽ നിന്ന് മാറ്റി ഉൾവലിയിൽ നിന്ന് ഈ പുറത്തേക്ക് വരാൻ മടിക്കുന്നവരെ നമ്മൾ കണ്ടുപിടിച്ച് അവരെന്താണ് പ്രശ്നം, അവർക്ക് എന്തൊക്കെയാണ് ദോഷങ്ങൾ, അവരുടെ വിഷാദ രോഗത്തിന് കാരണം എന്താണ് എന്നുള്ളത് വല്ല കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടോ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, വിഷാദ രോഗത്തിൽ നിന്ന് അവരെ നമ്മൾ എന്ത് ചെയ്യണം? മുക്തരാക്കണം. മാത്രമല്ല അകാരണമായിട്ട് നിരാശ, അരിശം പ്രകടിപ്പിക്കല്, അകാരണമായിട്ട് ദേഷ്യം വരിക, നിരാശ ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അവസാനവും ഈ ആത്മഹത്യാ പ്രവണത കാണാറുണ്ട്. കടം വന്ന് കയറുക, ധാരാളം കടം വന്ന് കയറി കടം വീട്ടാനുള്ളതില്ല, 4 ഭാഗത്തു നിന്ന് കടക്കാരുടെ പ്രശ്നങ്ങൾ, തീവ്രമായ ഒരു ഡിപ്രഷന് അവർ അടിമയാവുന്ന സമയത്ത് ഇനി വേറെ രക്ഷയില്ല എന്ന് തോന്നുമ്പോൾ അവർ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നു. ഒന്നിനും താല്പര്യമില്ലാതെയും ഊർജ്ജസ്വലതയില്ലാതെയും എല്ലാം നശിച്ച മട്ടിലുള്ള പെരുമാറ്റവും പ്രവൃത്തിയും സംസാരവും ഉണ്ടാവുക, ഇതും ഇവരെ ഈ ഒരു പ്രവണതയിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താണ്, ഈ പ്രവണതയുണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെ അവരെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. നൈരാശ്യത്തിലേക്ക് പൂർണ്ണമായിട്ട്, ഡിപ്രഷനിലേക്ക് പൂർണ്ണമായിട്ട്, വിഷാദ രോഗത്തിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും നല്ല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. യുക്തിരഹിതമായ ചിന്തകൾ, മനസ്സിനെ വ്യക്തമായ യുക്തിരഹിതമായ ഒരു യുക്തിയില്ലാത്ത ചിന്തകളായിരിക്കും അവരുണ്ടാക്കുക. അവർ പറയുന്ന കാര്യത്തിലൊന്നും ഒരു യുക്തിബോധം ഉണ്ടാവില്ല, ഒരു ലോജിക്കും ഉണ്ടാവില്ല. എങ്കിലും വ്യക്തമായ ചിന്തകൾ മനസ്സിനെ വേട്ടയാടി അവസാനം എങ്ങനെയെങ്കിലും നശിപ്പിച്ചാൽ മതി, ജീവിതം ഒന്ന്
വിചാരിച്ചിട്ട് അവർ അതിന് അടിമപ്പെടുന്നു. വിശപ്പ് കുറയുക, ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാകുക, ചിലർ മദ്യപാനത്തിന് അടിമകളാകുന്നു, ചിലരിൻ്റെ വിശപ്പ് ക്രമാതീതമായിട്ട് അനുഭവപ്പെടും. ചിലർക്ക് ടെൻഷനും സ്ട്രെസ്സും വിഷാദവും കയറുമ്പോൾ ചിലർ കൂടുതലായിട്ട് വിശപ്പുണ്ടാവും, ചിലർക്ക് തീരെ വിശപ്പുണ്ടാവില്ല. മാത്രമല്ല ചിലർ മദ്യപാനത്തിന് അടിമകളാവും, ചിലവർ ലഹരിക്ക് അടിമകളായിട്ട് അങ്ങനെ പോയിട്ട് അവസാനം ജീവിതം ഹോമിക്കാൻ കഴിയും. ചിലരിൽ ആത്മഹത്യ ചിന്തകൾ ഉടലെടുക്കുന്നതും അത് സംഭവിക്കുന്നതും ഉടനെ തന്നെയായിരിക്കും. അപ്പം നമ്മൾ വിഷാദ രോഗത്തിന് അടിമയാകുന്നു എന്ന് കണ്ടാൽ ഉടനെ ചിന്തിച്ചോളുക, ഇവരുടെ പോക്ക് ശരിയല്ല, അവർ ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. കുട്ടികളാണെങ്കിൽ പഠന കാര്യങ്ങളിൽ, മുതിർന്നവരാണെങ്കിൽ കുടുംബജീവിതത്തിലും വിദ്യാഭ്യാസപരമായ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ അവർക്ക് താല്പര്യമില്ലായ്മ വന്നു കഴിഞ്ഞാൽ, അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യണം, ഈ തലത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു കൗൺസിലറുടെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഒരു സഹായത്തോടെ ഇവരെ മോചിപ്പിക്കാൻ ശ്രമിക്കണം. സ്ഥായിയായിട്ട് ഒരു ഏകാന്തത അനുഭവിക്കുന്നു, എവിടെയെങ്കിലും പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നു, എന്തു ചോദിച്ചാലും മറുപടിയില്ല, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴും പല തരത്തിലുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റാതെ വരുന്ന ആളുകൾ, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ മൈൻഡാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള നൈരാശ്യങ്ങളെയാണ് നമ്മൾ ആത്മഹത്യാ പ്രവണതയിലേക്ക് എത്തിക്കുന്നത്. അതെയാണ് നമ്മൾ ആത്മഹത്യയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കേണ്ടത്. സമൂഹത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ചിലർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം, കുട്ടികളാണെങ്കിൽ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ, മുതിർന്നവരാണെങ്കിലും അവരെന്താണ്, സമൂഹത്തിലേക്ക് എങ്ങനെ പെരുമാറണം, സമൂഹത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടണമെന്ന് അവർക്ക് അറിയാതെ വരിക. അങ്ങനെയുള്ള വിഷാദ രോഗികളിൽ ആശ്രയത്വവും സംഘർഷങ്ങളും മനസ്സിൽ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ അവസാനം അവർ ആശ്രയിക്കുന്നത് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു രോഗലക്ഷണമായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ, വിഷാദ രോഗം എന്നുള്ളത് രോഗലക്ഷണമായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും അതൊരു രോഗിയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് കൗൺസിലിങ്ങോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റുകളോ കൊടുക്കുക. നിസാര പ്രശ്നങ്ങളിൽ പോലും അവർ പ്രകോപിതരാവാൻ ശ്രമിക്കും. ജീവിതം മടുത്തു തുടങ്ങിയ ആളുകൾ നിസാര പ്രശ്നങ്ങളിൽ പോലും പ്രകോപിതരാകും, ദേഷ്യപ്പെടാൻ തുടങ്ങും, എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങും, ഡിപ്രസ്ഡ് ആവാൻ തുടങ്ങും. അപ്പം നമ്മൾ അവരെ എന്ത് ചെയ്യുക, അവരെ നമ്മൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പം ജീവിത നൈരാശ്യം ആത്മഹത്യയിലേക്ക് ശ്രമിക്കുന്നു, അതുകൊണ്ടെത്തുന്നു എന്ന് കാണുമ്പോൾ എന്ത് വില കൊടുത്തും സ്നേഹം സമ്പാദിക്കാൻ ഇവർ ശ്രമിക്കുന്നതായിട്ട് കാണാം. ചില ആളുകൾ എന്ത് വില കൊടുത്തും സ്നേഹം സമ്പാദിക്കുക, അത് കിട്ടാതെ വരുമ്പോൾ ചില പെൺകുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്, ആൺകുട്ടികൾ എനിക്ക് അവനെ കിട്ടിയേ മതിയാവൂ, എനിക്ക് അവനെ കല്യാണം കഴിച്ചേ മതിയാവൂ, എനിക്ക് അവനെ സ്നേഹിച്ചേ മതിയാവൂ എന്ന് വരുമ്പോൾ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവരെ ഉടനെ പോയി ടീച്ചർക്കിന് വേണ്ടി ചില ആൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ എന്ത് വില കൊടുത്തും അവർ സ്നേഹം സമ്പാദിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ശ്രമത്തിൽ പരാജയം സംഭവിക്കുമ്പോഴാണ് ഇവർ കടുത്ത നിരാശയും പരാജയബോധവും പ്രകടിപ്പിക്കുമ്പോൾ അവരോട് തന്നെയുള്ള വിശ്വാസം, അവരുടെ ഐഡൻറ്റിറ്റിയോടുള്ള, അവരുടെ വ്യക്തിത്വത്തോടുള്ള ആ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവരെന്താണ്, ഒരു കൺഫ്യൂഷൻ, അവർക്ക് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ എന്ന് പറയും. ഈ ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ വരുമ്പോൾ അവരെടുക്കുന്ന തീരുമാനം ഇത് തന്നെയായിരിക്കും, സൂയിസൈഡ് അറ്റംപ്റ്റ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ വേണ്ടി, ഞാൻ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്ന് വരുമ്പോൾ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി അവരവസാനം ആശ്രയിക്കുന്നതും ഈ ഒരു തീരുമാനത്തെയാണ്. അതുകൊണ്ട് തന്നെ ഉത്കണ്ഠ, ഏകാഗ്രതയില്ലായ്മ, അവരുടെ ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെ വരുന്ന ആ ഒരു മാനസിക സംഘർഷങ്ങളെ നമ്മൾ കണ്ടുപിടിച്ച് അവരെ ഇതിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കാൻ ശ്രമിക്കുക.